ഹലോ ഗൈസ്, ബാക്ക് പാക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുവാടാ ഒന്ന് പവർ വരട്ടെ സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മ പുതിയൊരു യാത്ര പോവാണ്. അപ്പൊ നമ്മിപ്പോ എവിടെ നിക്കണെന്ന് വെച്ചാ ഞങ്ങൾക്ക് അറിഞ്ഞൂടാട്ടോ സത്യം പറഞ്ഞ സംഭവം. മെന്നെ വഴി ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി കളഞ്ഞു. അപ്പൊ നമ്മ ഇനി എവിടെ പോകണമെന്ന് വെച്ചാൽ എവിടെ അറിയോ? കുറുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോണത്. അത് എവിടെയെന്ന് വെച്ചാ എറണാകുളത്തുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എറണാകുളത്ത് എവിടെയാ വ്യൂ പോയിന്റ് എന്ന്. ഡാവിന് അറിയോ വ്യൂ പോയിന്റ് എവിടെയെന്ന്? എറണാകുളത്ത് ഡാവിന് പോലും അറിയില്ല എറണാകുളത്ത് എവിടെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന്. പക്ഷെ എറണാകുളത്ത് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതെവിടെയെന്ന് വെച്ചാ പിറവം കഴിഞ്ഞ് എലഞ്ഞിക്കടുത്തുള്ള കുറുമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. കുറുമലയാണത്. എന്താണ് കുറുമല? കുരുമല. അതെന്നെ ഗൈസ്, അതെന്നെ സംഭവം. ഇതെവിടെ വെച്ചാൽ എനിക്കും അറിഞ്ഞൂടാ, ഞാനും ആദ്യമായിട്ട് തന്നെ പോണത്. എറണാകുളത്തെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ 2-3 ഫ്രണ്ട്സ്. അപ്പോൾ അവന്മാർ പറഞ്ഞ ഒരു അറിവ് കൊണ്ടാണ് നമ്മൾ പോണത്. നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം എറണാകുളത്ത് നിന്ന് ഒരു 42 കിലോമീറ്ററാണ്. റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എറണാകുളത്ത് നേരെ പിറവത്ത് നേരെ എലഞ്ഞിന്ന് 2 കിലോമീറ്റർ ഉള്ള കുറുമല ചെറിയൊരു മൗണ്ടനാണ്, ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ പോയാൽ സൂര്യോദയം സൂര്യാസ്തമയം കാണാം. ഇപ്പം സമയം ഒരു 3 മണിയായിട്ടുണ്ട്. നമുക്കൊരു സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോണത് മെയിനായിട്ട്. അപ്പോൾ നമുക്കിത് നേരെ കുറുമലയുടെ വിശേഷങ്ങളൊക്കെ കാണാം ഗേസ്. പിന്നെ കുറുമലയിൽ കയറ്റി വിടുകയില്ല നമുക്കറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ ജോലി ഇന്ന് ശനിയാഴ്ചയാണ്, ഉച്ചയ്ക്ക് കഴിഞ്ഞ് 2 മണിക്ക് വീട്ടിൽ പോയി ഫുഡ് അടിച്ച് കിടന്നുറങ്ങണക്കാട്ടിലും നേരെ കുറുമലയൊക്കെ പോയി കണ്ടിട്ട് വരാമെന്നുകൊണ്ട് ഇറങ്ങിയാണ്. അപ്പൊക്ക് നമുക്കിത് കുറച്ച് നേരത്തേക്ക് കുറുമലയിലുള്ള വഴികളും കുറുമലയിലെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മ വന്നുകൊണ്ടിരിക്കുമ്പോ, അതായത് കുറുമലയല്ലാട്ട ഗൈസ്, കൂരുമല എന്നാണ്. കൂരുമല അതാണ് സ്ഥലത്തിന് വരും. നമ്മ വന്നുകൊണ്ടിരിക്കുമ്പോഴേ പിറവം വഴിയാണ് പോണത്. അപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോ പാഴൂര് പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങോട്ട് പാഞ്ഞങ്ങോട്ട് പോണായിരുന്നു. പോകുമ്പോ നമ്മുടെ ഡാവണാണ്ട് ഇത് ഇങ്ങനത്തെ ഒരു കിടിലൻ സ്പോട്ട് വഴിയിൽ നോക്കിയപ്പോ. അപ്പൊ ഞങ്ങൾ വണ്ടി നേരെ തിരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഇത് ആ സ്ഥലം കാണിച്ചു തരാട്ടാ. സൂപ്പർ പ്ലേസ് ആണ്, കണ്ടുപോകും ഗൈസ്. പണ്ടങ്ങാടപ്പാണ് ഇതൊരു കിടിലം പാലം കേട്ടോ, നൈസ് പാലം. പൊളി പ്ലേസ്. നല്ല കലക്കോ ഒരു അമ്പലം ഉണ്ട് ഇവിടെ, ഒരു ശിവന്റെ അമ്പലം ഉണ്ട് അവിടെ. പാഴൂർ മഹാദേവ ശിവന്റെ അമ്പലമാണ്, എന്തോ ക്ഷേത്രം. അതന്നെ സംഭവം. എന്തായാലും സംഭവം പൊളിച്ച് വന്ന വഴിക്ക് കലക്കം പ്ലേസ് കേട്ടാ. അമ്മേ വേറെ ചെങ്ങ സാധനം അവിടെ, തൂക്കുപാലം. അവിടെ വേറൊരു കിഡിലും തൂക്കുപാലം കേട്ടോ അവിടെ എങ്ങനെയാ പോയി പോകണ്ട് വണ്ടാരം. ഈ വഴി അങ്ങോട്ട് ഇറങ്ങാട്ടാ. ഈ വഴി പോലെ ആ പുഴയിലേക്ക് ഇറങ്ങാം. പുഴയിൽ വെള്ളമില്ല തോന്നുന്നു, ഇവിടെ ഒന്നും വെള്ളമില്ല. ഈ ചുറ്റിലാണ് വെള്ളം. നടുക്കൊരു സംഭവം ഉണ്ട്. സംഭവം പൊളിച്ച് നമ്മുടെ ചെറ്റിട്ട് പോലെ പോയി നേരാ. അപ്പൊ നമ്മുടെ ഡാവാണ് കണ്ടത് ഈ സംഭവം. ഇതുണ്ടോ ഇറങ്ങിപ്പോവാൻ എവിടാ? അവിടെ ഒരു ശിവന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടാ, കലക്കാനായിട്ടുണ്ട്. നമുക്ക് അവിടെ പോവാം. എന്തായാലും നൈസ് പ്ലേസ്. അവിടെ ഒരു അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടാ. ചിതാഭസ്മ നിമജ്ഞത്തിനു വരുന്നവർ മണൽപ്പുറത്ത് സ്ഥാപിച്ച ബോർഡിനു സമീപം മാത്രം നിമജ്ഞനം നടത്തുക. അവിടെ ചിതാഭസ്മൊക്കെ ഒഴുക്കാൻ പറ്റണ്ടാ. എന്തായാലും പോളി പ്ലേസ്, കലക്കൻ ജങ്കർ പ്ലേസ്. ഇതുകൊണ്ട് അവിടെ ഒരു അമ്പലം, അവിടുത്തെ ഒരു തൂക്കുപോലം കേടാ. ഒന്നും പറയല്ല, നല്ല രസമുണ്ട് കാണാൻ, കലക്കനായിട്ടുണ്ട് കേട്ടാ. അവിടെ ആയിട്ടൊരു ശിവന്റെ ഒരു ചെറിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗൈസ് ഇനി ഇവിടെ കുറച്ചേരം നിന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തോ ഗൈസ്. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് കേട്ടാ. നല്ല കിട്ടില്ല പ്ലേസ്. കൂരുമല നോക്കി വരുമ്പോ ഇതേപോലത്തെ ഒരു സംഭവം നമുക്ക് കണ്ണി കിട്ടിയതാ. പിറ വന്നാലും കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥലം ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ ഡാവിനെ പൊരിഞ്ഞ കണ്ണാണ്, ഒരു 100 കണ്ണാന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോ വഴികൾ ഇങ്ങനെ പോകണ്ട്. എന്തായാലും നമുക്ക് ആ ശിവന്റെ പ്രതിമയുടെ അവിടെ പോടാ. സംഭവം പോളി ഇത് നോക്കിയേ, വഴിയോട് നോക്കിയേ,
പോണോ എന്തോ വീഴാൻ പോയി നോക്കി പോയില്ലെങ്കിൽ വീഴും ഗൈസ് കണ്ടാ ആഹാ നന്നായിട്ടുണ്ട് നല്ല രസം പുഴയാണ് ഇപ്പം നല്ല മണൽ മാത്രമേ ഉള്ളൂ മണൽ കണ്ടാ പൊളി പൊളി ചിതാഭസ്മം ഒഴുക്കണ സ്ഥലം ഉണ്ടാ ഗൈസ് ഗൈസ് ഇവിടെ വരുമ്പോ ശിവന്റെ പ്രതിമ കാണാനില്ല ആ പൊക്കത്ത് നോക്കിയപ്പോ കണ്ടിരുന്നത് അവിടെ രണ്ട് ചേട്ടന്മാര് മീനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് പുഴ നിന്നിട്ട് ഇത് ശരിക്കും പുഴയായിരുന്നു കേട്ടോ അപ്പൊ വെള്ളമില്ല തോന്നുന്നു വെള്ളം ഇറങ്ങിയാണെന്ന് തോന്നുന്നു വെള്ളം ഇറങ്ങിയതായിക്കൂല പ്രകൃതിനെ നശിപ്പിച്ചായിരിക്കും ചിലപ്പോ എനിക്കൊന്നും വല്ല മണല് വരി ഇവിടെ വെള്ളമില്ല സത്യം പറഞ്ഞ വെള്ളമില്ല ചുറ്റിലും അപ്പുറം ചുറ്റിലും വെള്ളം ഇവിടെ മാത്രമൊന്നല്ല മണല് ശിവന്റെ പ്രതിമ ഇവിടെ പോയി ആ കേസ് ഇവിടെ ഉണ്ട് കേട്ടാ ആ അമ്പേ ആഹാ സൂപ്പറായിട്ടുണ്ട് പ്രതിമ കേസ് കണ്ട നല്ല കലക്കലായിട്ടുണ്ട് കേട്ടാ എന്നൊരു ബീച്ചിലൊക്കെ വന്ന ഫീൽ ഉണ്ട് കേട്ടോ ഇവിടെ മണലിങ്ങനെ തെന്നി പോണ് നല്ല കലക്കനായിട്ടുണ്ട് നല്ല സൂപ്പർ പ്ലേസ് ആണ്ടാ കൂറുമല പോണെന്നാണ് നമ്മ ഇവിടെ എത്തി ഇപ്പൊ തന്നെ സമയം 3:30 കഴിഞ്ഞ് 3:45 തോന്നാണ് ഇനി നമുക്ക് നേരെ കൂറുമല പോ പിറവഞ്ച് ചെല്ലണം പിറവഞ്ച് എന്നിട്ടാണ് ഞാൻ കൂറുമലയിലേക്ക് കുറച്ചും കൂടി പോകണം അല്ലേ ഓക്കെ അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് ഒരു 2-3 ഫോട്ടോ എടുക്കട്ടെ ഇവിടുത്തെ മെമ്മറീസ് ഒന്നും ഓർമ്മ വരണല്ല 2-3 ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നേരെ പിറവാം അപ്പൊ കേസ് നമ്മ ഇവിടെ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഒരു 5-6 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മ എന്തായാലും നമ്മൾ മെയിനായിട്ടേ കൂരുമലയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിരുന്നത് വെന്നൊഴികെ കണ്ടപ്പോൾ ജസ്റ്റ് കണ്ടിറങ്ങിയുള്ളു പക്ഷെ സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൂപ്പറുണ്ട് കിട്ടിക്കാച്ചി പ്ലേസ് ബാക്കിലൊരു തൂക്കുവാലും ഉണ്ട് ഡാ പറഞ്ഞ തൂക്കാലത്തിനോട് കയറിയിട്ട് വന്ന് പക്ഷെ നമ്മുടെ ലക്ഷ്യം കൂറുമലയാണ് ഇപ്പം തന്നെ സമയമായി നമുക്ക് അവിടെ പോയിട്ടേ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ അവിടെ കൂടി കയറാം നമുക്ക് നേരെ പിറവം വഴി കൂറുമല അപ്പൊ കേസ് നമ്മേ വന്ന് പിറവ് എത്തിയിട്ടുണ്ട് പിറവം മറ്റേ ബസ് സ്റ്റാൻഡിനോട് ഒരു ചായക്കട ഉണ്ട് കേട്ടോ കൊല്ലക്കാൻ ചായക്കട 6 രൂപയുള്ള കടി ഇത് ഇത്രയും വലിയ ഉണ്ടം പോയി ഇത്രയും വലിയ മുളക് കൊടയേക്കണം അവിടെ ചായയും ഒരു ബോണ്ട് ഞങ്ങൾ അടിച്ച് മുളക് ബോണ്ടല്ല മുളക് ബോണ്ട അതന്നെ ഉള്ളിവട മുളക് കൊണ്ട ഇത്രയുണ്ട് 6 രൂപയ്ക്ക് ഇത്രയുണ്ട് സംഭവം കാരണം ഉച്ചക്ക് നമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല നേരെ ഓഫീസ് അടച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് നമ്മുടെ ഡാബ് വീട്ടിൽ നിന്നൊക്കെ വേറെ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് നമ്മൊന്നും കഴിച്ചില്ല നമ്മ അവിടുന്ന് ചായയും കുടിച്ച് കടിയും കുടിച്ച് അപ്പം നേരെ ഇലഞ്ഞ് നോക്കി വരുമ്പോഴേ ബോർഡ് കണ്ട് അങ്ങോട്ട് ഇതേ കണ്ട അത് കണ്ട ഇലഞ്ഞി നേരെയും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് വഴിയാന്ന് നമുക്കറിയില്ല ആരെങ്കിലോട് ചോദിക്കാൻ വേണ്ടി നിർത്തിയാണ് നമ്മ പിന്നെ ഫ്രണ്ട്സ് ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് ഒരു ഫ്രണ്ട്സിൻ്റെ വീടുണ്ട് അരുൺ സി ആർ എന്നാണ് എൻ്റെ പേര് ഇപ്പൊ അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് അവന് ഓർമ്മ വന്ന് ഇതാ തടിയാ നീ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്റെ മരുഭൂമിയിലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കട്ടാ അപ്പൊ നമ്മുടെ കമ്പനിക്കാരനായിരുന്നു ഇവിടെ എത്തിയപ്പോ അവന്റെ കാര്യമൊക്കെ ഓർമ്മ വന്ന് ഗൾഫിൽ ഇപ്പൊ അവൻ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് ആരെങ്കിലോട് വഴി ചോദിച്ചിട്ടെ ഈ വഴിയാണോ ആ വഴിയാണോ ചോദിച്ചിട്ട് നമുക്ക് നേരെ ഇലഞ്ഞി ചെന്നിട്ട് ഇലഞ്ഞിന്ന് 2 കിലോമീറ്റർ ഉള്ളു കൂറുമല കൂറുമല അല്ലേടാ കുറുമലയാണോ കൂരുമലയാണോ എന്നിട്ട് അവിടെ കൂരുമലയാണ് കൈസ് കൂരുമല നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇലഞ്ഞി നേരാ 3 കിലോമീറ്റർ മാത്രമല്ലേ കൂറുമല കയറാം ഗൈസ് കണ്ട പ്ലേസ് കണ്ട ഓക്കെ
യോ ഞങ്ങൾ എലഞ്ഞിന്ന് കയറിയിട്ടാ. എലഞ്ഞിന്ന് നമ്മുടെ കൂറു എന്താടാ സ്ഥലത്തിന് കൂറുമല ആ സ്ഥലത്തിന് ഒരു തെറ്റി പോണ് ഗേസ് കിട്ടണല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് മണ്ടന്മാരാണ് സ്ഥലത്തിന്റെ പേര് പോലും അറിയണ്ടാ വെന്നേക്കും. എക്സ്പ്ലോറിങ്ങിന് എന്തിനാണ് ഗേസ് സ്ഥലത്തിന്റെ ഒക്കെ പേര് കണ്ട വെന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ട. എന്റെ വെന്നെ ഇവിടെ നേരിട്ട് തന്നെ മൊത്തം റബ്ബർ തോട്ടമാണ് ചുറ്റും. വഴി കാണണം. ആഹാ പൊള്ളി സ്ഥലം. ഇവിടുന്ന് കുറച്ചും കൂടെ അടുത്തും കൂടെ ഉള്ളത് നമ്മുടെ സ്ഥലം കൂറുമല അടുത്തും കൂടെ ഉള്ളത്. അപ്പൊ ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർത്തിയാണ്. ഒരു ചെറിയ മലയാണ്ടത് കുന്നുപോലെ മലയാണ്, പക്ഷെ റബ്ബർ തോട്ടമാണ് കണ്ട. പോളി പ്ലേസ് ആണ് ഗേസ്, പോളി പ്ലേസ് ആണ്. സത്യം പറഞ്ഞാൽ വഴി തെറ്റിയിട്ടാ. ഇവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വെന്നവർ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വരിക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ചേട്ടന്മാരോട് വഴി ചോദിക്കുക. ഞങ്ങൾ വഴി തെറ്റിയിട്ട് കുറേ ദൂരം വന്ന് അപ്പോൾ ഒരു ചേട്ടനോട് വഴി ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അവിടെ ഒരു ഊട് വഴി കയറി പറഞ്ഞാണ് ഈ വഴി. അപ്പോൾ ഊട് വഴി കയറിയാണ് ഞങ്ങൾ പിന്നെ ശരിക്കും വഴി ഈ വഴിയല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവരോട് ചോദിച്ച് അതേ അവിടെ 2 ചേട്ടന്മാർക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാൻ കലക്കം പ്ലേസ് ആണ് ഗൈസ്. പക്ഷെ ഇവിടെ നേരിട്ട് വന്ന് അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു ആംബിയൻസ്. അപ്പോൾ നമുക്കിനി നേരെ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. 4 മണി ആയിട്ടുള്ളത് കണ്ടിട്ട് നമുക്ക് നേരെ ഇനി കൂറുമലയിലേക്ക് കയറിപ്പോവാം. ഈ വഴിയാണ് കയറിപ്പോണം. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, 2-3 സെൽഫി ഒക്കെ എടുത്ത് നേരെ കൂറുമലയിൽ. കൂറുമല എങ്ങനെ കേട്ടിട്ടുണ്ടോ അവിടെ? എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗേസ് നമ്മ ഫൈനലി കൂറുമലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കയറ്റം കയറി ഒരിക്കലും വരല്ലേ. ഇവിടെ നിന്ന് തൊട്ടാണ് കയറ്റം സ്റ്റാർട്ടിങ് ആണ്. വണ്ടി ഇരുത്താൻ സ്ഥലമില്ല. വെന്നൊഴിക്ക് ആ പാറയുടെ സൈഡ് എവിടെയൊക്കെ വണ്ടി ഇരുത്താം. നമ്മത് വന്നപ്പോൾ അതെ നമ്മുടെ ചേച്ചി ഇവിടെ കയറ്റി വണ്ടി നിർത്തിക്കോളാൻ പറഞ്ഞ് അതേരെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഞങ്ങളുടെക്ക് കയറി പോവാം. ഞങ്ങൾ കയറിയിട്ട് വരാവേ. അപ്പോൾ ഗേസ് നമുക്ക് അങ്ങോട്ട് കയറാട്ടാ. ഒരിക്കലും ആൾക്കാർ ഇങ്ങനെ വണ്ടിയും കയറ്റിക്കൊണ്ട് വരല്ലേ. ഇവിടെ നിർത്താൻ പാർക്കിംഗ് ഏരിയകളൊന്നും ഇല്ല. പാർക്കിംഗ് ഏരിയ ആ പാറയുടെ അവിടെയാണ്. പാറയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട്. വേറെ കൂറുമലയിലേക്ക് കയറുകട്ടാ. ഒരു കയറ്റം തന്നെയാണ്, കാണിച്ചു തരാം. ഈ കൂറുമലയിലെ എൻട്രിയാണ്. ആൾക്കാരും ഇല്ല കേട്ടാ. ആൾക്കാരൊന്നും അധികം ഇല്ല. 2 വഴി പോകുന്നുണ്ട്. ഈ വഴി പോകുന്നുണ്ട്, ഈ വഴി പോകുന്നുണ്ട്. എനിക്കൊന്ന് ഈ വഴി കയറിയിട്ട് ആ വഴി ചുറ്റി ഇറങ്ങണം എന്ന് തോന്നുന്നു. ഇതാണൊരു കയറ്റം കൂറുമല. ഇത് അങ്ങ് ദൂരെ വാച്ച് ടവറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വന്നത്. അതായത് എറണാകുളത്തുള്ള ഹയസ്റ്റ് മൗണ്ടൈനാണ് കൂറുമല. ഉണ്ടാവേ ഗൈസ്, ആ വാക്ക് നമുക്ക് കിട്ടാനുള്ള കേട്ടാ. ഒരു മല ഗൈസ്. അങ്ങനെ ഇവിടെ വന്നാൽ കയറ്റമാണ്. വണ്ടി വന്നപ്പോഴും പുരിഞ്ഞൊരു കയറ്റം വരുന്നത് അവിടെ വണ്ടി നിർത്താൻ വേണ്ടി. ഒടുക്കത്തെ കയറ്റമാണ്. വണ്ടി അവിടെ വെച്ച് ന്യൂട്രായി പോയി. വണ്ടി താഴോട്ട് ഇറങ്ങിപ്പോയി. ഒരു കയറ്റം എറണാകുളത്തെ ഹയസ്റ്റ് മൗണ്ടൈനാണ്. കയറി വരുമ്പോൾ നമുക്ക് കാഴ്ചകളാണ് കേട്ടാ. ഒരു 4-4 കാലമായിട്ടുള്ളൂ കേട്ടാ. സൂര്യാസ്തമയൊക്കെ കാണാൻ പറ്റുന്നതാണ് പറയണോടാ. സംഭവം കൊള്ളാതെ. ബാഗിലെ പാറകളൊക്കെ കണ്ട. ബാഗിലെ പാറകളിൽ കയറി വരുമ്പോൾ ഒരു വ്യൂ ഒക്കെ കാണാതെ. രാവിലേക്ക് വരുമ്പോൾ ചെറിയൊരു കോടയൊക്കെ കിട്ടും തോന്നണ്. ഇത് തണുപ്പൊന്നുമില്ല, ചൂടുണ്ട്. നമ്മുടെ എറണാകുളത്തെ ചൂട് തന്നെ വേണ്ട. നമുക്ക് അങ്ങോട്ടേ കയറാം, പൊക്കത്തേക്ക് കയറാം. അപ്പോൾ ഗൈസ്, ഇവിടം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് വണ്ടി പോയി റീഡിങ് നോക്കാം. ഞാൻ റീഡിങ് സെറ്റ് ചെയ്തിട്ട് വന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിസ്സാര കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് അടിച്ചൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കലക്കം പ്ലേസാണോ എൻ്റെ പൊന്നിൽ. ഓക്കെ, ബാക്കിൽ വ്യൂ ഓക്കെ.
വ്യൂ കാണാൻ എവിടെയും പോകണ്ട, നമ്മുടെ എറണാകുളത്ത് കൂറുമലയിൽ വന്നാൽ മതി. ബാക്കിൽ നിന്ന് വെട്ടോടിക്കണ ഞങ്ങളുടെ ഇരുണ്ടിച്ചിരിക്കണ്. വലിയ കയറ്റമൊന്നുമില്ല കേട്ടാ, ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് മതി. 5-10 മിനിറ്റ് നമുക്കിവിടെ കയറി ടോപ്പിലെത്താം. ഇവിടെ എത്തുമ്പോൾ നോക്കി വാച്ച് ടവർ ബാക്കിൽ, അതിൻ്റെ പൊക്കത്ത് കയറി ഒന്നുകൂടി ഹെവി ആയിട്ട് നമുക്ക് കാണാം. വാച്ച് ടവർ ഉണ്ട്, വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഉണ്ട് ചെക്കന്മാർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ചും കൂടി ഈ വെയിലൊന്ന് താന്നിട്ട് കഴിഞ്ഞാൽ കലക്കാനായിരിക്കും തോന്നണ് കൂറുമല. ഓക്കെ, നമ്മൾ നൈസായിട്ട് വാച്ച് ടവറിലേക്ക് കയറാം. വാച്ച് ടവറിലേക്ക് കയറിയിട്ട് ശരിക്കും വ്യൂ കാണാൻ പറ്റും. വാച്ച് ടവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് കപ്പിൾസൊക്കെ വന്നിരിക്കുന്നുണ്ട് അവിടെ. കഥ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ആണ് കയറിയിടാണ്ട് സംഭവം എടുക്കുക. വാച്ച് ടവർ ഒക്കെയാണ്, കുഞ്ഞാ വാച്ച് ടവർ തന്നെയാണ് കേട്ടോ. ആഹാ, പൊളി. വാച്ച് ടവറിൻ്റെ ടോപ്പിലെത്തിരിക്കണ്ട, നല്ല സൂപ്പർ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. 4:30 മണിയായിട്ടുണ്ട്. സൂര്യൻ നിൽക്കുന്നുണ്ട്, അപ്പോഴും ഒരു ചെറിയ ചൂടൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ ഇവിടെ നിന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഐസിൽ കാറ്റടിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ചെറിയൊരു ആശ്വാസമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞല്ലേ കറക്റ്റായിട്ട് അവിടെ സൂര്യാസ്തമയം കാണാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സൂര്യാസ്തമയം കണ്ടിട്ട് നമുക്ക് പതുക്കെ പോവാം. ഇവിടുത്തെ കാറ്റുകളൊക്കെ കണ്ട് പതുക്കെ പോവാം. എന്തായാലും നൈസ് പ്ലേസാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ നിന്ന് വന്നുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ വാച്ച് ടവറിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വാച്ച് ടവറിൽ വെച്ചൊരു ചേട്ടനെ പരിചയപ്പെട്ട്, പ്രിൻസ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് എൻ്റെ ഈ പുറകിലൂടെ ഒരു വഴിവുണ്ട്, വേണ്ട അങ്ങോട്ടൊരു വഴിവുണ്ട്. ആ വഴി അതെ, ആ വഴി കയറി പോകുമ്പോഴേ അവിടെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞ്, ആ പള്ളിയുടെ കുരിശാന്ന് ഇത് പറയുന്നുണ്ട്. കയറി വരുമ്പോഴേക്കും ഓരോ കുരിശുകളുണ്ടായിരുന്നു ഇവിടെ ഉണ്ട്. അതേപോലെ താഴത്തോട് ഓരോ കുരിശുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേട്ടാ അതിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അവിടെ ഒരു പള്ളി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കുരിശാന്ന് പറഞ്ഞ്. പള്ളി മാത്രമല്ല, ആ സൈഡ് ഒരു പാറ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ്, അവിടെ നല്ല കലക്കൻ വ്യൂ ഉണ്ടാവുന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ പാറോടയിലേക്ക് പോണ വഴി ഇതാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൈസായിട്ട് പാറോടയിലേക്ക്. ഒരു 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ടേ ആ പാറമടയുടെ വ്യൂകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്, ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും നമുക്കിവിടെ സൂര്യാസ്തമയം വരെ എന്തായാലും ഇവിടെ ഇരിക്കണം. സമയം 4:30-4:45 ആയിട്ടുള്ളൂ. 6:30 വരെയൊക്കെ ഇരിക്കണം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് വരാം. ദേശം അപ്പോൾ പാറമടയ്ക്ക് കയറി പോകുമ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, കട അടച്ചിട്ടേക്കണേ. ആ കടയുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം വാങ്ങാനും പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നെ കേട്ടോ. നമ്മൾ പോണ സൈഡ് മൊത്തം ഇങ്ങനെ കല്ലും മേടുമാണ്, കയറ്റങ്ങളാണ്. അപ്പോൾ വെള്ളമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നാൽ നല്ലത്. സ്റ്റാമിനുള്ളവർക്ക് വേണ്ട, പവറുള്ളവർക്ക് വെള്ളമൊന്നും വേണ്ട. എന്നെ പോലെ അവിടെ ക്യാമറമാനൊന്നും വെള്ളമൊന്നും വേണ്ട. ഇതാണ് ആ ചേട്ടൻ പറ പള്ളി അടച്ചിട്ടേക്കാണ്. വേണ്ട ഒരു കുഞ്ഞു പള്ളിയാണ് കേട്ടോ. നമ്മുടെ പ്രിൻസ് ചേട്ടൻ അവിടെ നിൽക്കണം കേട്ടോ. നമുക്ക് വഴി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പള്ളി അടച്ചിട്ടേക്കാണ്. നൈസായിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് ഇവിടുത്തെ ആൾക്കാരിൻ്റെ വീടാണ്. കുറച്ച് പേരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മുടെ ആ പ്രിൻസ് ചേട്ടൻ പറയണത്. ഒരു 3-4 വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. പാറമടയിലേക്ക് പോകണ വഴിയാണ്. ചെറിയൊരു മല, ഒരു പാറയുടെ ഒക്കത്തൊരു മല ആനണം പറയാം. ഇവിടെ രണ്ട് ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ അടുത്ത വീടുകളൊക്കെ കണ്ടില്ലേ, കുഞ്ഞു വീടുകളാണ്. ഇത് എന്താ ഒരു വീട് നോക്കി. നേരെ പോണത് ഞാൻ പാറമടയിലേക്കാണ്. നമുക്ക് ഞാൻ പാറമടയിലേക്ക് നടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന് വഴി എന്തായിട്ടുണ്ട് കേട്ടോ. ആ പാറമടയിലേക്ക് പോകണ വഴി ഇതാണ്. ചെറിയ വഴിയാണ്. ദൈവം നമ്മുടെ ആ ചേട്ടൻ്റെ ഫ്രണ്ടിൽ വീടാണ് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ എന്താ കുഞ്ഞു ചെറിയ വീടുകളാണ് കേട്ടോ. നമ്മൾ ഈ വഴിയാണ് ഇങ്ങനെ ഇറങ്ങി വന്നേക്കണത്. ആട്ടുംകുട്ടിയാണ് അവിടെ നിന്ന് കുറെ കണ്ട് ഈ വഴിയോടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പാറമടയിലേക്ക്. അവിടെ ഇനി വിടുമോന്നൊന്നും നമുക്കറിയില്ല. ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വരുമ്പോൾ സനലിനും പ്രിൻസ് എന്ന് പറഞ്ഞ 2 ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ടാണ്. അപ്പോൾ അവരാണ് നമുക്കിപ്പോൾ
ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നെ. ഇവിടെ നിന്ന് അധികം ആൾക്കാർ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണ്ട്. വഴികളൊന്നുമില്ല, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയാണ്. അപ്പോൾ ഈ വഴി പോയ പാറ മാത്രം അവിടെ എത്തുമെന്ന് പറയണത്. അവിടെ ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നാലും ഇതേപോലത്തെ സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പം നമ്മള് പാറവട അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസി ആയിട്ട് പറഞ്ഞ പാറവട ഇതാണ്. എൻ്റെ പോന്നെ ഇവിടെ വേറെ ലെവല് ഫീലാട്ടാ. ഇവിടെ നിന്ന് നോക്കുമ്പോ പേടിയാവണാണ്. അങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോഴേ ശരിക്കും പേടിയാവണ്. അങ്ങോട്ട് ഒരു സേഫ്റ്റി ഒന്നുമില്ല. ഒരു കൂട്ടനാണ് വീട് കഴിഞ്ഞ ആള് തീരുന്നു തോന്നുന്നു. നല്ല കലക്കം പ്ലേസ്, നല്ല കാറ്റും വേണ്ട. നമ്മളെ ഈ ചേട്ടനാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്. പ്രിൻസ് ചേട്ടനും നമ്മുടെ സനൽ ചേട്ടനും. നല്ല കാറ്റ്. ചേട്ടൻ പറഞ്ഞേ ചെറിയൊരു പാറമട എന്നാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പറയണത് ഹെവി സംഭവം. ഞാൻ കാണിച്ചു തരാം. ഒരു വമ്പം കോറി തന്നെ കേട്ടോ. വമ്പം കോറി. ആ ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ഒരു 10% പൊളിച്ച് തുടങ്ങിയിട്ടുള്ളെന്നാ പറഞ്ഞത്. 10 വർഷം മുമ്പ് തുടങ്ങിയാണെന്ന് ഇവിടെ 10 വർഷമായിട്ടുള്ളൂ. 10 വർഷം മുമ്പ് തുടങ്ങിയാണ്. ഒരു 10% ഇവിടെ പൊളിച്ചു തുടങ്ങിയിട്ടുള്ളെന്ന് പറയണത്. പക്ഷെ എന്റെ പൊന്നെ അവിടെ നിന്ന് ലോറിയൊക്കെ പോണോക്കി. താഴെ ഒരു JCB തോണ്ടുണ്ട്. ഇവിടുന്ന് കാണുമ്പോഴുണ്ട് ഫീല്. ഇവിടുന്ന് കാല് തന്നെ ഊരിന്റെ താഴെ അവിടെയൊക്കെ തോണ്ടി ഒരുമാതിരി ഇതായിട്ട് കിടക്കണാണ്. എന്തായാലും സംഭവം പൊളിച്ചിട്ടാ. അവിടുന്ന് ഒരു 10-20 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ വന്നു പെട പ്ലേസ് ആണ്. ഗൈസ് അതുകൊണ്ട് അവിടെ പുക തന്നെ കേട്ടോ. അവിടെ പാറ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആക്ഷൻ ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനിപ്പോൾ മൊബൈലിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തോട്ട വെച്ചിട്ടേ പാറ ഒട്ടിച്ചുകൊണ്ടിരിക്കണാണ് അവിടെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പാറ ഓട്ടിക്കണൊക്കെ. അപ്പൊ അവിടെ പാറ ഓട്ടിച്ച വീഡിയോ കണ്ട. അത് ഞാൻ മൊബൈലിലാണ്ട് എടുത്ത്. നമ്മുടെ ആക്ഷൻ ക്യാമറയിലേ സൂം ചെയ്യാൻ പറ്റാനുള്ള കാരണം നല്ല ലോങ് ആണ്. ആ സൈഡിലാണ് അവന്മാരെ വെച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. കാരണം മൊബൈലിലാണ് അത് എടുത്തത് സംഭവം. അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോഴേ കാണുന്നത്. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്, കിടക്കാച്ചായിട്ടുണ്ട്. അപ്പേ കൂരുമലയിലേക്ക് വന്നവര് ഈ സൈഡും കൂടിയൊക്കെ വന്ന് കാണുക കേട്ടാ. നല്ല രസമായിട്ടുണ്ട്. നല്ല ടൈം പോകും. നല്ല ടൈം പാസ് ആണ്. സൂര്യാസ്തമയം വരെ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോവാം. അതായത് ഇവിടുന്ന് ഒരു വഴി പോകണ്ട അങ്ങോട്ടേക്ക്. ഇങ്ങോട്ടൊന്നും പോകണില്ല. നമുക്ക് നേരെ തിരിച്ച് അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് ആക്കിയിരുന്ന് ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് അത് സൂര്യാസ്തമയം വന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ നടക്കാം. അങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ ആ സൈഡ് വല്ല വഴികളോ സ്ഥലങ്ങളോ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, നമ്മ അത് ആ പാറോടയൊക്കെ കണ്ടിട്ട് ഇറങ്ങി വന്ന് അവിടെ പ്രിൻസ് ചേട്ടൻ ഒരു ഹായ് പറയട്ടാ. ഈ ചേട്ടനാണ് നമ്മൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചെയ്ത് ആ സ്ഥലങ്ങൾ മൊത്തം കാണിച്ചു തന്നെ. പിന്നെ ആ സ്ഥല ചേട്ടൻ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി, പുള്ളിക്കാരനെ കാണണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവര് ഇവിടെ വന്ന് നമ്മളെ വിട്ട് കഴിഞ്ഞാൽ അവർ നേരെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചേട്ടാ ഒരുപാട് താങ്ക് യു. അപ്പോൾ ചേട്ടൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്തിട്ട് സൂര്യാസ്തമയം കൂടി കണ്ടിട്ട് നമുക്കും തിരിച്ചു പോവാം. ഓക്കെ ചേട്ടാ, നമുക്ക് കാണാം. സമയം 5:37 നമ്മ പാറമടയൊക്കെ കണ്ടുപോത്ത് വന്നിട്ട് ടയേർഡായിട്ട് അവിടെ ഇരിക്കണേ. സ്റ്റാമിന പവറൊക്കെ പോയിട്ട് ഇരിക്കണേത്. ഇപ്പൊ അവിടെ പോയി ഇരുന്ന് നമുക്ക് നല്ല പവറൊക്കെ പവറൊന്ന് സൂര്യാസ്തമയം ആറായി. അവൻ വീണ്ടും വാച്ച് ടവറിലേക്ക് കയറി പോവാണ്. സൂര്യാസ്തമയം ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. സംഭവം കൂടി ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് വാച്ച് ടവറിന് നിൽക്കുമ്പോൾ തന്നെ ബാക്കിൽ അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വാച്ച് ടവറിലേക്ക് കയറാം. വാച്ച് ടവറിൽ കയറിയിട്ട് നമുക്ക് ശരിക്കും ഒന്ന് കാണാം. വാച്ച് ടവറിന്റെ ഫ്രണ്ടിൽ തിരികെയാണ്. ഇപ്പോഴാണ് ആ
ആൾക്കാർ വന്നെ കേട്ടാ. ഇപ്പോഴാണ് ആൾക്കാർ വന്ന്. അതെ, ഈ ടൈമിൽ വന്നാൽ നല്ല കലക്കലായിരിക്കും, നല്ല കാറ്റാണ്. ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡ് അവിടെ സൂര്യൻ അതിന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല ഫീല്, നല്ല കലക്കാൻ ഫീല്. അപ്പൊ നമുക്ക് നേരെ സൂര്യന്റെ അസ്തമയം കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ് നമ്മ കൂരുമല വന്നിട്ടാ. ശരിക്കും പേര് കൂരുമലയാണ്, കുറുമലയല്ല, കൂരുമലയിൽ വന്ന് സൺറൈസ് കണ്ട് സംഭവം സൂര്യനൊക്കെ അസ്തമിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണം. ശരിക്കും നമ്മുടെ പത പോയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നവര് ഒരു കുപ്പി വെള്ളമായിട്ട് എന്തായാലും വരിക കേട്ടാ. പിന്നെ ഒരു 5 മണി ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബെറ്റർ ആയിരിക്കും ഇവിടെ. അത്യാവശ്യം ഇപ്പൊ നല്ലൊരു തണുപ്പ് വന്നു തുടങ്ങുന്നുണ്ട്. കാരണം സൂര്യൻ അസ്തമിച്ച് കാരണം നല്ല തണുപ്പ് വരുന്നുണ്ട്, ചൂടൊന്നും ഇല്ല അധികം. ചെറിയൊരു കോടാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഗൈസ്. ചെറിയൊരു തണുപ്പും ഒരു മേഘം മൂടല് അങ്ങനെ പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാറയിൽ കൂടെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. ശരിക്കും വഴി കണ്ട, അതാണ് വഴി. ഞങ്ങൾ ജസ്റ്റ് പാറയിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സംഭവം കളറായിട്ടുണ്ട്, കൂരുമല കളറായിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊക്കെ ഇവിടെ വരാം. അതെ നമുക്ക് നേരെ ആ വീട്ടില് ആ ചേച്ചിയുടെ അവിടെ പോവാം. നമ്മുടെ ബൈക്ക് എടുക്കാൻ പോവാ. അവിടെ നിന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടേ വണ്ടി എടുക്കുന്നു. നേരെ എറണാകുളത്തേക്കാണ് പോണത്. ചേച്ചി, ഞങ്ങൾ ആ ബൈക്ക് എടുത്തോട്ടെ, കുറച്ച് വെള്ളം തരാവോ? കാരണം വെള്ളം വാങ്ങിയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇറങ്ങിയത്. ഗൈസപ്പോ ഞങ്ങള് കൂരുമലയുടെ താഴെ എത്തിയിരിക്കണ്. ഇപ്പോഴാണ് പവർ വന്നത്. വെള്ളം കുടിച്ച് ഡാമിനൊക്കെ പവർ വന്ന്. അപ്പോൾ കൂരുമല നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്, നല്ല കളർ പ്ലേസ് ആണ്. ഇത് സൂപ്പർ പ്ലേസ് ആണ്. അവിടെ ചേട്ടന്മാരൊക്കെ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ പാറയുണ്ട്. ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട് അല്ല, പാർക്കിംഗ് വിത്ത് പാറ. അപ്പോൾ പിന്നെ അതെ, പൊക്കത്ത് റിസ്ക് ആണ് ഗൈസ്. എന്നൊരു ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നു പോവാ. വണ്ടി നല്ല കയറ്റമാണ്. നമുക്ക് ഇവിടെ നടത്തിയിട്ട് കുറച്ചാണ്ട് നടന്നു കയറണം നല്ലേ. അപ്പോൾ കൂറുമല അല്ല കേട്ടാ, കൂരുമല. നമ്മൾ സ്ഥലം പഠിച്ച് ഇവിടെ നിന്നിട്ട് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് പഠിച്ച് കൂരുമല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ എറണാകുളത്ത് നിന്ന് 42 കിലോമീറ്ററേ ഉള്ളൂ. അയ്യോ, എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ വണ്ടിയിൽ നിന്ന്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ദേ റീഡിങ് ഒന്ന് നോക്കട്ടെ. 44.8 കിലോമീറ്റർ നമ്മൾ എത്ര ഓടും. അതും മുകളിലേക്ക് കയറി വന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരു വഴിയൊക്കെ തെറ്റി വന്ന് 44.8 കിലോമീറ്റർ നമ്മുടെ ഓഫീസിൽ നിന്ന് ഇവിടം വരാം. ഏകദേശം ഒരു 45 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ നല്ലൊരു പ്ലേസാണ്, സൂര്യാസ്തമയമൊക്കെ കാണാം. ഇത് വേർത്തല്ല കേട്ടാ, വെള്ളം കുടിച്ചപ്പോൾ വെള്ളം വീണാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുവരാ. ബൈ.